നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീക്ക്ലി എക്സ്പയറി ട്രേഡ് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് 19 ജനുവരി 2023. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് പ്രോ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മളെടുത്ത വീക്ക്ലി ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. ഇന്നത്തെ ആ ഒരു നമ്മുടെ എൻട്രീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൻ്റെ ഒരു ജേണിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും, അവിടെ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എൻട്രി എടുത്തത് ബുധനാഴ്ച ഈവനിങ് ആയിരുന്നു, ഇന്നലെ ഈവനിങ്. അപ്പം മാർക്കറ്റ് ഏകദേശം ഈ ഒരു റീജിയനിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒരു വൺ സൈഡ് എൻട്രിയാണ് നമ്മളിവിടെ എൻട്രി എടുത്തത്. പി സൈഡിൽ നല്ലൊരു OI കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് 17,950 താഴോട്ട് ഇന്ന് വ്യാഴാഴ്ച ആകുമ്പോഴത്തേനും എത്തി ക്ലോസ് ചെയ്യില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. പക്ഷേ 17 മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി. അതിനുശേഷം അവിടെ നിന്നും ഏകദേശം ഒരു 50 പോയിൻറ്റ് സംതിങ് താഴോട്ട് വന്നു. അപ്പോൾ ടോട്ടൽ ഏകദേശം 100 പോയിൻറ്റ് 150 പോയിൻറ്റ് രാവിലെ തന്നെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഇത്രയും ഒരു ഡൗൺഫാൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ റൂൾസ് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരുപക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ലായിരുന്നു, നമ്മൾ 100% 0.8% റിട്ടേണിലൂടെ നമ്മൾ എക്സിറ്റ് ആകാമായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യണം. നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ എല്ലാ റൂൾസും ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ലോങ് റണ്ണിൽ നമ്മുടെ ഈ ഒരു വലിയ ജേണിയിൽ നിന്ന് 1 ലാഖിൽ നിന്ന് 1 കോടിയിലേക്ക് പോകുന്ന 1 കോടി രൂപയിലേക്ക് എത്തുന്ന ഒരു ജേണിയിൽ നമ്മൾ കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ വരെ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.8% റിട്ടേണിന് വേണ്ടിയാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ 0.8% റിട്ടേൺ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകാൻ തയ്യാറായിരുന്നു. അപ്പോൾ നമ്മളവിടെ തയ്യാറായി. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും ഒരു റിക്കവറി എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒറ്റയടിക്ക് ഒരു സഡൻ ഫാൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. വീണ്ടും നമ്മൾ അടുത്ത എൻട്രി എടുത്തു. ഇവിടെ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു 17,950 നിന്ന് ഷിഫ്റ്റ് ചെയ്ത് 17,900 എന്ന ഒരു റീജിയണിൽ നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. 17,900 എന്ന PE നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് 17,900 ടാർഗറ്റ് നമുക്ക് ഏകദേശം ഒരു 4 രൂപ പ്രീമിയമായിരുന്നു. അപ്പോൾ 4 രൂപ പ്രീമിയമാണ് നമ്മളവിടെ സെല്ല് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഏകദേശം ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു കംപ്ലീറ്റ് പ്രീമിയം നമുക്ക് പ്രോഫിറ്റായിട്ട് ലഭിച്ചു. അപ്പോൾ നമ്മുടെ 0.8% നഷ്ടം എന്നുള്ളത് റിട്ടേൺ അത് കുറച്ച് നമ്മൾ ഉച്ചയായപ്പോഴത്തേനും 0.4% നഷ്ടത്തിലേക്ക് ആയി. അപ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാതെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 0.8% ഈ വീക്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തെങ്കിൽ ഒരു വിഷയമില്ല. നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 7-8 വീക്കായിട്ട് അതിമനോഹരമായിട്ട് ട്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ പ്രോഫിറ്റിൽ. അപ്പം ഇടയ്ക്ക് 1-2 സ്റ്റോപ്പ് ലോസ് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ലൈവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രാറ്റജി പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അധികം ടൈമൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയൊക്കെ ചെറുതായിട്ട് കുറച്ച് ടൈം എടുത്ത് മാത്രമാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. അപ്പം വളരെ ചെറിയൊരു കോസ്റ്റിലാണ് ഈ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി. ഒപ്പം ഈ ഒരു ലൈവ് ഗ്രൂപ്പിലും എല്ലാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ആയിരങ്ങളാണ്, ഒരു 5,000 10,000 ഒക്കെ ആവും മിനിമമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി പുറമേ നിന്ന് പഠിക്കണമെങ്കിൽ. നമ്മൾ അത് വെറും നിസ്സാര എമൗണ്ടിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ പോയിൻറ്റ് ഈ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും -0.4% വന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിന്ന് വീണ്ടും ഒരു ഫോള് കണ്ടപ്പം നമ്മൾ വീണ്ടും ഇവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഇന്ന് വൈകുന്നേരം ക്ലോസ് ആകുമ്പോഴത്തേനും 18,200 മുകളിൽ പോകാൻ ചാൻസ് ഇല്ലെന്ന്. അപ്പോൾ നമ്മൾ 2 അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്തത്. ആ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റും അതിമനോഹരമായിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടിടത്തും ഈ ഒരു അപ്പ് സൈഡും ഈ ഒരു ഡൗൺ സൈഡും നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ നല്ലൊരു മികച്ച അഡ്ജസ്റ്റ്മെൻറ്റോടെ നമ്മൾ -0.4% എന്ന റിട്ടേൺ അത് ചേഞ്ച് ചെയ്ത് 0.17% റിട്ടേണിൽ നമ്മൾ ഇന്നും പോസിറ്റീവ് റിട്ടേണിൽ നമ്മൾ എക്സിറ്റ് ആകാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 8-9 വീക്കിൽ നമ്മൾ പ്രോഫിറ്റിൽ തന്നെ മുമ്പോട്ട് പോകുന്നു, അതിശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം നമ്മൾ ഒരു ഇന്ത്യ വിക്സ് കുറവായതുകൊണ്ട്, ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, വോളറ്റിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇന്നലെ
രണ്ട് സൈഡിലും നല്ല പ്രീമിയംസ് ഇല്ലായിരുന്നു. അപ്പം പ്രീമിയംസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ റേഞ്ച് വെക്കേണ്ട വന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ വന്ന് അവിടെ നിന്ന് ഒരു ഫാൾ വന്നപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പം സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട വന്നത്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിഷയമില്ല, നെക്സ്റ്റ് വീക്കിലേക്ക് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയടിക്കുക 0.8% റിട്ടേൺ ഒറ്റ ട്രേഡിലത്തോടെ തന്നെ നമ്മൾ റിക്കവർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെയും ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ലോസിലേക്ക് മാക്സിമം പോകാതെ നോക്കുക. നമ്മൾ കുറച്ച് നല്ല സേഫ് ആയിട്ടുള്ള പൊസിഷൻ എടുത്ത് മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടും എല്ലാവരും മനസ്സിലാകുന്ന രീതിയിൽ കംപ്ലീറ്റ് വാട്സപ്പ് സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രോ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.